അസ്സലാമലൈക്കും. 2 ചക്ക കിട്ടിയിട്ടുണ്ട്. കടച്ചക്കല്ലേ, കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ ഉപ്പേരി വെക്കാൻ നോക്കാം. പുതിയ വീട്ടിൽ വന്ന ശേഷം ആദ്യമായിട്ടുള്ള പാചകങ്ങളാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചട്ടി ചൂടായ ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരട്ടെ. കുറച്ച് കറിവേപ്പില ഇടുക. അത് മൂത്ത് വരട്ടെ. പിന്നെ 2 വറ്റൽമുളക് ഇടുക. മൂത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് അരിഞ്ഞ് വെച്ചാൽ അതൊന്നിലിടുക. അതൊന്ന് നല്ല മൂത്ത് മണം വരുമ്പോൾ നമുക്ക് ചക്ക കൊട്ടാം. തേങ്ങ കൊത്താണ്. ഇടയിൽ കൂടെ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മൂത്ത തേങ്ങൻ്റെ ഇനി നമുക്ക് ചക്ക കൊട്ടിക്കൊടുക്കാം. ചക്ക നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുക. ഇത്തിരി മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലിയാണ്, അപ്പം വലിയ എരിവുണ്ടാവില്ല. മല്ലിപ്പൊടി ഇടുക. ഇത്തിരി കുരുമുളക് പൊടി ഇടുക. കുറച്ച് ഗരം മസാല പൗഡർ ഇടുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് വേണം, ഉപ്പിട്ട് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം നിറയല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് വേഗമുള്ള വെള്ളം, നല്ല കുടിക്കേണ്ടത്. ഇനി നന്നായി വെന്ത് വരണം. മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 തക്കാളി, 1 തക്കാളിയും 2 മല്ലിയിലയൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചതാണ്. അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ